ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖല്ലേ? ഇന്ന് നമ്മൾ ബാബിൻ്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ നമ്മൾ ഇന്ന് ബാബിൻ്റെ വീട്ടിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ കുറേ എന്തെല്ലോ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ മൈക്ക് ഓണല്ലേനു. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫ്രഷായി ഞാൻ കുളിച്ച് ലീനുവിന് കുളിപ്പിച്ചതിന് ശേഷം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വേഗം വീഡിയോ എടുക്കുകയാണ്. ജസ്റ്റ് മോയ്സ്ചറൈസറും ലിബാമും മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കി റെഡി ആവണമെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതേപോലെ തന്നെയാണ്. ലീനുവിന് പിന്നെ ഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയിട്ട് ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് വന്ന്. ഈ ലിപ്സ്റ്റിക്ക് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് ഏതാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ലീനുവിന് ജസ്റ്റ് മുടി ഒന്ന് കെട്ടിച്ച് കൊടുത്ത്. അവളെ മുടി ഉണങ്ങിയിട്ടില്ലേനു, അപ്പം ഞാൻ ജസ്റ്റ് വെട്ടൊന്ന് കെട്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക്ക്, ഫ്ലോമറിൻ്റെ 600 ആണ് ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡ് നെയിം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോയി വിചാരിച്ചു. അങ്ങനെ നേരെ താഴേക്ക് എത്തിയപ്പോൾ തന്നെ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ബാബിൻ്റെ വീട്ടിലേക്ക് പോയി. ഇപ്പം തന്നെ സമയം 2 മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വിശക്കുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ബാബിൻ്റെ എത്തിയ പാടെ ഞാൻ ഓടി. അത്യാവശ്യം വിശക്കുന്നുണ്ട്. ലീനുവിനെയും പിടിച്ചിട്ട് നമ്മൾ വേഗം പോയി. ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി നോക്കിയപ്പം നല്ല തേങ്ങാച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ പരിപ്പിൻ്റെ ഒരു കൂട്ടാനും എല്ലാം കൂടെ ബാബി അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ബാബിൻ്റെ ഫുഡ് അടിപൊളിയാണ്. അതിൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റിന് എങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളിതെല്ലാം കൂടെ പെട്ടെന്ന് സെർവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലോണം വിശന്നുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഫുഡ് എടുത്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ഡയറ്റ് എന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാലും അന്നൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അതേപോലെ തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ലീന് പപ്പടമൊക്കെ വാങ്ങിച്ച് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട്. എനിക്ക് തേങ്ങാച്ചോറ് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ ഇതായിരുന്നു എൻ്റെ പ്ലേറ്റ്. അത് കഴിഞ്ഞ് ലീനു, അന്ന, ആദു ഇവരെല്ലാവരും കൂടെ കളിക്കുകയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ സൈഡിൽ നിന്ന് സംസാരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടിട്ട് ഡാൻസായി. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പാട്ട് പാടാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ചായ കുടിക്കാൻ നമ്മൾ ഇറങ്ങുന്ന തന്നെ ഒരു 6 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോവാറിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാൻ മാറ്റി നമുക്ക് സ്നാക്സ് വാങ്ങിച്ചിട്ട് 5 റിയാൽ ഷോപ്പിൽ പോകാമെന്ന്. കാരണം 5 റിയാൽ ഷോപ്പിൽ വേറെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്കും കുറച്ച് സാധനം അവിടുന്ന് വാങ്ങിക്കാണ്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നേരെ പോയി. വീട്ടിലേക്ക് കുറച്ച് ഗുമാമൻ്റെയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോഴേക്കും ലീനു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലീനുവിനെ ഉറങ്ങിയിട്ടെടുത്ത് അടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് നമ്മൾ ഫുഡ് മൂടി വെക്കാനും ഒക്കത്തിനും യൂസ് ചെയ്യുന്ന ഒരു ഷവർ ക്യാപ്പ് പോലത്തെ സാധനമാണ്. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നൊരു ക്ലോത്താണ് കേട്ടോ. ടിഷ്യൂ പോലെയാണ്. ഈ പിങ്ക് അത്ര നല്ലതല്ല, പക്ഷേ ഈ ഗ്രേ അടിപൊളി സാധനമാണ്. ലീനുവിന് എടുത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഈ ക്ലോത്തുകളിൽ ഈ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഞാൻ എപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. നല്ലോണം അബ്സോർബ് ചെയ്യും. ആൻഡ് ഈ ക്ലോത്തും കൊള്ളാം. ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ ട്രാവലിങ്ങിന് യൂസ് ചെയ്യുന്ന ബോട്ടിൽസ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ കണ്ടീഷണറും എല്ലാം യൂസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ബോട്ടിൽ കുഞ്ഞു വാങ്ങിച്ചാൽ വലുത് കൊണ്ടുണ്ടല്ലോ. പിന്നെ ഫാൻസീൻ്റെ അവിടെ പോയപ്പം കുറേ ഫേക്ക് നെയിൽസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറേ നല്ല മോഡൽസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കിഡ്സിന് പറ്റിയതും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നെയിൽസൊക്കെ, കുഞ്ഞ് നെയിൽസൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാല്ലാ നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്ന് അങ്ങനെ പോയി. പിന്നെ ഞാൻ ലീനുവിന് പറ്റിയ ഹെയർ ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയേനെ. അങ്ങനെ കുറേ നല്ല ക്ലിപ്പുകളുണ്ട്. ഈ പെൺകുട്ടികൾക്ക് കുറേ സാധനം ഉണ്ടായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് നോക്കൽ തന്നെ ആവും പണി. ലീനു വന്നതിൻ്റെ ശേഷം എൻ്റെ മെയിൻ ഇതാണ്. അങ്ങനെ ഇത് ഒരു ഹെയർ റിബണൊക്കെ എടുത്ത്, അപ്പോൾ വലിയ മുടിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ അവിടെ കുറേ കളക്ഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാ വീക്കിലും ഇത് ചേഞ്ച് ചെയ്യും. പിന്നെ അവർക്ക് ഫ്രോക്കിലേക്കൊക്കെ പറ്റിയ ഹെയർ ബോ ക്ലിപ്പും പിന്നെ സൈഡിൽ ഇങ്ങനെ കുറേ മാലകളൊക്കെ കണ്ടു. നല്ല സിമ്പിൾ നല്ല ഭംഗിയുള്ള മാലകൾ. പിന്നെ ഇത് കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള മിറേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ട് എനിക്കിതൊരു ഭ്രാന്തായിരുന്നു. പിന്നെ അതൊന്നും നോക്കാറ് പോലുള്ള സമയം എനിക്ക് കിട്ടാറില്ല. പിന്നെ ഞങ്ങൾ മെല്ലെ മേലെ പോയപ്പം കുറേ ടോപ്പുകൾ കണ്ട്. പക്ഷെ അതൊന്നും അടുത്തില്ല. ചിലതിനൊന്നും സ്ലീവില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ബില്ല് ചെയ്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേൾഡ് കപ്പിൻ്റെ കപ്പൊക്കെ കണ്ടു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചായ കുടിക്കൽ നമ്മൾ പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പം അതിൻ്റെ ഇടയ്ക്ക് തൊട്ടടുത്ത് നിന്നൊരു ചാട്ട് ഷോപ്പിൽ നിന്ന് സമൂസ, പൂരിയും പിന്നെ വടാപ്പാവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ ഇതൊക്കെ ആയിരുന്നു നമ്മളെ സ്നാക്സ്. നമ്മൾ സ്നാക്സ് വാങ്ങിച്ചു വെച്ചുകൊണ്ട് നമുക്ക് രാത്രി
കുടിക്കാൻ ചായൻ്റെ കൂടെ സ്നാക്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തി. സോ വീക്കെൻഡ് ഇതോടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.